എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാലത്ത് എഴുന്നേറ്റ് അപ്പം തന്നെ പല്ലൊക്കെ തേച്ച് മുഖം കഴുകുക കേട്ടോ. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. പക്ഷേ വർക്കുള്ള ദിവസങ്ങളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫാണ്, ഇന്ന് വർക്കില്ല. അപ്പോൾ ഇന്ന് എന്തൊക്കെയായിരിക്കും എന്നുള്ളതായിരിക്കും ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹായ് ഒക്കെ പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു പല്ലേച്ച് കഴിഞ്ഞ് നേരെ കുളിക്കാൻ പോവാം. ഇന്ന് കുറച്ച് പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പം ഇന്ന് തലയിൽ ഷാമ്പു ഇടണം. കുറച്ച്, അതായത് ഞാൻ വീക്കിലി വൺസാണ് ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇടുക. അപ്പം ഇപ്പോൾ ഒരു ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഒന്ന് കുളിക്കണം. അപ്പോൾ അതാ കുറച്ച് ഈ വെളിച്ചെണ്ണ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ കാച്ചുന്ന വെളിച്ചെണ്ണയാണ്. അപ്പം നല്ല വെളിച്ചെണ്ണയാണ്. ഞാനിപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ഈ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുംബൈയിലായിരുന്നു. അപ്പോൾ മുംബൈയിൽ നിന്ന് തിരിച്ച് വരുമ്പോഴേക്കും എൻ്റെ മുടി നന്നായി ഊരിപ്പോയി കൊഴിഞ്ഞ് തീരെ ഇല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഇപ്പൊക്കെ സെറ്റായി, കൊഴിച്ചിലൊക്കെ ഒരു എന്താ പറയുക കൺട്രോളായി നിൽക്കുന്നത്. അതിന് മുമ്പൊക്കെ നന്നായി മുടി പോയിരുന്നു. അപ്പോൾ ഇതാ കേളി ഹെയറാണ്. അതിലിങ്ങനെ കുറച്ച് അത്യാവശ്യമൊക്കെ എന്നാലും പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലിങ്ങനെ കുറേ ആയിട്ട് പോകുമായിരുന്നു നമ്മൾ മുംബൈയിലൊക്കെ ഉള്ള സമയത്ത്. എന്നാൽ ഇപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോളായിട്ടുണ്ട്, മുടി കൊഴിച്ചിലൊക്കെ. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഈ ചുമ, തുമ്മൽ, അലർജിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ മിക്കു കിടന്നുറങ്ങുമായിരുന്നു. അപ്പം ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് കൊഞ്ചിപ്പിക്കുകയായിരുന്നു. നല്ല ഉറക്കമാണ് എൻ്റെ കൊച്ച് ഉറങ്ങി പോവാനോ ഉറങ്ങുവാനോ പിന്നെ നല്ല ഉറക്കം. എന്നിട്ട് എന്നെ എണിപ്പിച്ച് ഇപ്പം അവൾ വന്ന് കിടന്നുറങ്ങുന്നു. അവൾ വന്ന് കിടന്ന് ഉറങ്ങാൻ അവളൊരു കള്ളി പെണ്ണാണോ? അത് എൻ്റെ ഒരു കള്ളി പെണ്ണാണോ? മമ്മ നോട്ട് ഇൻട്രസ്റ്റഡ് ആണ്. ക്യാമറ ഒന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ കുളി കഴിഞ്ഞു. ഇനി എന്താ, ഇനി ചായ കുടിക്കണം, റെഡി ആവണം, പോകണം. അപ്പോഴേക്കും മുടിയൊന്നും ഉണങ്ങത്തില്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ, പോയി ചായ കുടിക്കട്ടെ. കണ്ണൊക്കെ ചോന്നും തോന്നണം കുളി കഴിഞ്ഞ് വന്നപ്പോൾ. ശരി ഗൈസ്, അപ്പം ഞാൻ ചായ കുടിക്കാൻ പോവാം കേട്ടോ. ചപ്പാത്തി മുട്ടക്കറിയാണ്. ഇതാ കണ്ട, ഇതെങ്ങനെയാണ് നിറ മുട്ടക്കറി ഉണ്ടാക്കിയേക്കണേ. വെറുതെ സവാളൊക്കെ വഴറ്റിയിട്ട് മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക, എന്നിട്ട് മറിച്ചിടുക. അത് നല്ല ടേസ്റ്റാണ്. അത് ഇങ്ങനെയാണ് കിട്ടുക. നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ അത് കഴിക്കട്ടെ കേട്ടോ. മിക്കൂസ് ഇവിടെ ഉണ്ട്, നല്ല ഉറക്കമാണ്. ഞാൻ TV കണ്ടിട്ടോ ചായ കുടിക്കാറ്. ചായ അല്ല, എല്ലാ ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണും. ഓക്കെ, അങ്ങനെ ഞാൻ റെഡിയായി പോവാണ്. അപ്പോഴേക്കും ഞാൻ റെഡിയായിട്ട് ഞാൻ തനിയെ പോകാമെന്ന് വിചാരിച്ചേ. അപ്പത്തിന് അച്ഛൻ വന്നു. അപ്പം അച്ഛനായിട്ട് പോയിട്ട് വരാം കേട്ടോ. വീഡിയോ എടുത്തോ പോയിക്കോ. ബാക്കി കണ്ടതാണ് എൻ്റെ വീട്. അപ്പം അച്ഛനൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്റ്റുഡിയോയിൽ പോയി. അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ പോയി. അത് കഴിഞ്ഞിട്ട് അക്ഷയയിൽ പോയി. അങ്ങനെ കുറേ നേരം കുറേ കാര്യങ്ങളായിട്ട് പോയി. അത് കഴിഞ്ഞിട്ടൊരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയത് കേട്ടോ. ചാവക്കാട് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായി എൻ്റെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കാണുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. മെയിനായിട്ട് അവിടെ ബിരിയാണി കേട്ടോ. അങ്ങനെ പോയപ്പോഴത്തേനും ഇങ്ങനെ സൈഡ് ഡിഷായിട്ടൊക്കെ ഇതിൻ്റെ ഒപ്പം വിളമ്പിയിട്ടുണ്ടായിരുന്നത് ഒരു സലാഡായിരുന്നു. മാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ളൊരു സലാഡാണ് കേട്ടോ. പിന്നെ പിന്നെ മറ്റേത് സർലാസും പിന്നെ അച്ചാർ മറ്റേ ഈത്തപ്പഴം നാരങ്ങ വെച്ചിട്ടുള്ള അച്ചാറായിരുന്നു. അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അച്ഛനും ഓർഡർ ചെയ്തതെന്ന് ബീഫ് ബിരിയാണി ആയിരുന്നു.
നല്ല ബിരിയാണി ആയിരുന്നു. റൈസ് കുറച്ച് വേവ് കൂടുതലുണ്ടായിരുന്നു, പക്ഷേ നല്ല ക്വാണ്ടിറ്റി. പിന്നെ എന്താ പറയുക, ഇപ്പം മസാല ആയിക്കോട്ടെ റൈസ് ആയിക്കോട്ടെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. വയറ് 2 പേർക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു കസിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വളയും മാലയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. സമയം എത്രയാ? 5:15. പുറത്ത് നല്ല മഴയാണ്. ഞങ്ങൾക്ക് ഇനിയും ക്ഷീണിച്ചു. ഇനിയും ഒരു സ്ഥലം കൂടി പോകാണ്ട്, ഒരു ഡ്രസ്സും കൂടി എടുക്കാണ്ട്. ഡ്രസ്സല്ല, പാൻറ്റ്. അപ്പം അതെടുക്കണം. വീട്ടിലെത്തുമ്പോൾ എന്തായാലും ഒരു 6-6:30. മഴ കാരണം ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ ജ്യൂസ് കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി. കാലത്ത് ഇറങ്ങിയതാ, ചായ കുടിച്ച് ഇറങ്ങലാണ്. ഈ നേരം വരെ വീടെത്തിയിട്ടില്ല. ശരി, അങ്ങനെ 6 മണി ആവാറായി. 6 മണി ആവാറായി എന്നല്ല, 6 മണി ആയി. 6 മണിയായി. വീടെത്തണമല്ലോ. ദിവസം പോയപ്പോ ഓക്കെ എനിക്ക് എണീറ്റതും കുളിച്ചതും ഉറങ്ങും. പക്ഷെ രാവിലെ നല്ല വെയിലായിരുന്നെങ്കിൽ ഉച്ചരിയുമ്പോൾ നല്ല മഴ പെയ്തു. ഞങ്ങൾക്ക് മഴ ഒന്നും കൊണ്ടില്ല, പക്ഷെ നല്ല മഴ പെയ്തു. കാണിച്ചു തരാം വഴിയൊക്കെ. ഞങ്ങളുടെ അവിടുത്തെ ചാവക്കാട് റോഡൊക്കെ ഭയങ്കര ദയനീയ അവസ്ഥയായ കാരണം ഞങ്ങൾ ഹൈവേ പോവാണ്ട് ഒരു ഷോർട്ട് കട്ട് അടിച്ച് പോവാണ്. അത് വേറെ വഴി. ഹൈവേ കയറും. കുറച്ച് കാണിച്ചു തരാൻ വേണമെങ്കിൽ റോഡിൻ്റെ അവസ്ഥ. അതിൽ റോഡൊക്കെ ഭയങ്കര അവസ്ഥയാണ്. ഇവിടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കഴിവ് വേണം. നമുക്ക് അവിടേക്കൊക്കെ കുളമാണ്. കുളം കണ്ടോ? ഇതിനപ്പുറമായിട്ടാണ് അപ്പുറം കിടക്കുന്നത്. നമ്മൾ ഷോർട്ട് കട്ട് വന്ന കാരണം അറിയാഞ്ഞിട്ടാ. ഇങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥ. ഇത് ശരിയാക്കും, പിന്നെയും നാശാവും. ശരിയാക്കും, 2 മാസത്തിനുള്ളിൽ പിന്നെയും മഴ പെയ്താൽ പിന്നെയും പോവും. അങ്ങനെയായിട്ടാണ് നിൽക്കുന്നത്. നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ വേഗം നിന്നു. അങ്ങനെ മഴ പെയ്ത് തെളിഞ്ഞൊരു മാനമാണ് ഈ കാണുന്നത്. എനിക്ക് അച്ഛൻ്റെ പിന്നിൽ വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കപ്പോൾ അങ്ങനെ പഴയൊരു ഓർമ്മ. പണ്ട് അച്ഛനക്കൊരു ബൈക്കൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലെപ്പോഴും പോകണൊരു ഓർമ്മയാണ്. അപ്പോൾ മേക്കപ്പ് ഇല്ലാത്ത കോലം കേട്ടോ. അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ല, ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. അപ്പോൾ ഇതില്ല. അപ്പോൾ ഞങ്ങൾ വന്നു. ചായ ഒന്നും കുടിച്ചില്ല. ഒന്നാമത് ഫുഡ് കഴിക്കാൻ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കഴിച്ചില്ല, ചായ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. വന്നിട്ട് ബിക്കോനായിട്ട് കുറച്ച് നേരം കളിച്ചു. ഇപ്പോഴും അവൾ കളിയുടെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഇപ്പോഴും അവളുടെ കളിപ്പാട്ടം പിടിച്ച്. ഇതിപ്പോൾ മിക്കു അച്ഛനെ കളിക്കാൻ വിളിക്കാൻ കേട്ടോ. ഇത് ഡെയിലി ഉള്ളതാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തല്ലൂട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ അടയും ചക്കരയാണ്. അപ്പം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനോട്. അപ്പം അച്ഛൻ ഇല്ല, വേണ്ട, നീ പോയിക്കോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മിക്കു ഇങ്ങനെ വിളിക്കും കളിക്കാൻ വേണ്ടിയിട്ട്. വേണ്ട, കൈ പിടിച്ച് വലിക്കും, വരാൻ പറഞ്ഞിട്ട് കളിക്കണതാണ് കേട്ടോ. ഇതാരും കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇതവരുടെ കളിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തവർക്ക് ഒരു പേടി പോലെ ഉണ്ടാവും, പക്ഷെ ഇത് അവർ കളിക്കുകയാണ്. തല്ലൂടിക്കൊണ്ട് അത് എന്നുള്ളതാണ്, ഡെയിലി നൈറ്റുള്ളൊരു പരിപാടിയാണത്. അവർ തമ്മിലുള്ള തല്ലൂട്ടല്ല, കളിക്കുകയാണ് സത്യത്തിൽ. അപ്പോൾ നമുക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കി വെക്കണം. കുറച്ച് ദിവസമായി പയറിരിക്കണം ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ഉപ്പേരിയൊക്കെ അതിന് അച്ഛൻ്റെ പിറുപിറ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പച്ചപ്പയറുണ്ട്, അപ്പോൾ നമുക്കിത് ഉപ്പേരി വെക്കാം. ഓക്കെ, അപ്പം മിക്കൂന്ന് വിളിക്കോട്ടോ. വരുന്നു വിചാരിക്കണം. മിക്കു വരണിട്ടാ. എന്തോ ഒരു കുളായ്മതുണ്ട്. കുളായ്മത മീൻസ് എന്തോ പവർ ഇളക്കാൻ വേണ്ടിയിട്ട് എന്തോ വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. എടാ ഇതാ അവൻ്റെ ടീഷർട്ടാണ്. എന്താ മിക്കോ, ഞാൻ നിന്നല്ലേ വിളിച്ചേ. നിന്റെ അപ്പം നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ. ആ, കുറുമ്പി പെണ്ണാവൻ്റെ കേട്ടോ നീ കുറുമ്പി പെണ്ണാവൻ്റെ കേട്ടോ. കുറുമ്പി പെണ്ണാണോ നീ? ഇതാണ് ഞാൻ വെച്ച ഉപ്പേരി.
പിന്നെ എന്താ മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ചോറ് കഴിച്ചു. ചോറ് തിന്നണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല, കാരണം വയറ് ഓൾറെഡി നിറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് മറ്റേ ഉപ്പേരി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്കത് കഴിക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ചോറിട്ട് കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മിക്കുവിന് ചില നേരത്ത് ഭക്ഷണം കഴിക്കില്ല, അപ്പം ഞാൻ വാരി കൊടുക്കണം. അപ്പം അത് എൻ്റെ വീഡിയോ എടുക്കുന്നത് അച്ഛനാണ്. അപ്പം ഞാൻ അങ്ങനെ പറയണ്ട, അച്ഛന് വീഡിയോ എടുക്കുമോ, എന്നെ എടുക്കുമോ, വേറെ വല്ലതാവോ എടുക്കുന്നുണ്ടാവുക എന്നൊക്കെയാണ് ഞാൻ പറയണത്. അങ്ങനെ മിക്കുവിന് ചോറ് വാരി കൊടുക്കണം. അവൾ കഴിക്കുകയൊക്കെ ചെയ്യും തനിയെ, പക്ഷെ ചില നേരത്ത് അവൾക്ക് ഞാൻ വാരി കൊടുത്താലേ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കഴിക്കില്ല, അങ്ങനൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാനത് വാരി കൊടുക്കുമായിരുന്നു. ഒരു ദിവസത്തെ കഴിഞ്ഞു, ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ്. പിന്നെ ഈ മുഖത്ത് കാണുന്ന വെള്ളപ്പാടുകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡെയിലി ചെയ്യുന്ന സംഭവമാണ്. പിന്നെ കുറച്ച് നേരം കൂടി ഫോൺ നോക്കും, അപ്പോൾ സ്പെക്സ് അത്യാവശ്യമാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ നൈറ്റിലെ പരിപാടികളാണ്. എൻ്റെ തലമുടി ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇങ്ങനെ നിങ്ങളെന്നെ കാണുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെന്താ, അപ്പം ഇതെൻ്റെ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. എല്ലാ ദിവസവും ഇതുപോലെ ഒന്നല്ല കേട്ടോ. ഇതിപ്പോൾ ഇന്ന് ഓഫായിരുന്നു, പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഈ ദിവസം ഇങ്ങനെ പോയി. പിന്നെ വർക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരേപോലെയാണ്, ഏകദേശം ഒരേപോലെ ആയിരിക്കും. ഓഫ് ഡേയ്സ് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും, ഇതുപോലെ തന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇനി വേറൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വേറൊരു ദിവസം വരാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വേറൊരു ദിവസം വരാം. അപ്പോൾ എല്ലാവരോടും ബൈ, ഗുഡ് നൈറ്റ്. നിങ്ങൾ കാണുന്നത് എപ്പോഴാണെന്നറിയില്ല, എന്നാലും ബൈ.